അവളുടെ മെയിൻ സംഭവം തന്നെ ചിരിയാണ്, അറിയാം. എന്നാലും ഇമോഷണൽ സീനിന് തൊട്ട് മുമ്പ് വരെ ഇങ്ങനെ ചിരിയും കളിയുമായി നിന്നാൽ അത് സീനിനെ ബാധിക്കില്ലേ? ചിരിച്ച് ചിരിച്ച് മൂഡ് കളയരുത്, കരച്ചിൽ ശ്രദ്ധിക്കണം. സംവിധായകൻ ഇടയ്ക്കിടെ അവളെ ഓർമ്മിപ്പിക്കും. പക്ഷേ ദീപ നായർ എന്ന ആ പെൺകുട്ടി അതൊന്നും ശ്രദ്ധിക്കാതെ സീനെടുക്കാൻ വിളിക്കുന്നത് വരെ ചിരിയും കളിയുമായി പ്രിയത്തിലെ പിള്ളേർ സെറ്റിനൊപ്പം നിർബാധം കൂട്ടുകൂടി നടന്നു. പ്രിയം കണ്ടവരുടെ മനസ്സിൽ നിന്നു പക്ഷേ ഇന്നും ആ ചിരിച്ചന്തം മാഞ്ഞിട്ടേയില്ല. ശാലിനിക്ക് ശേഷം ചാക്കോച്ചൻ്റെ മോസ്റ്റ് ബ്യൂട്ടിഫുൾ നായിക എന്ന വിശേഷണം അന്ന് മാത്രമല്ല ഇന്നും ദീപ നായർക്ക് സ്വന്തം. ക്യാമറാമാൻ വിപിൻ മോഹൻ്റെ മകൻ പഠിക്കുന്ന സ്കൂളിൽ പുഞ്ചിരി മത്സരം നടക്കുന്നു. അന്നവിടെ ഒന്നാം സ്ഥാനം നേടിയ ദീപ എന്ന പെൺകുട്ടി പ്രോഗ്രാം കാണാനെത്തിയ വിപിൻ മോഹനെ ശരിക്കും ആകർഷിച്ചു. വെള്ളിത്തിരയിൽ അവളുടെ പുഞ്ചിരിക്ക് 7 700 അഴകായിരിക്കുമെന്ന് അദ്ദേഹം അന്ന് നോട്ട് ചെയ്തു വെച്ചു. ചങ്ങനാശ്ശേരി മുനിസിപ്പൽ കോർപ്പറേഷനിലെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഗോപാലകൃഷ്ണൻ നായരുടെ മകൾ ദീപയ്ക്ക് പക്ഷേ സിനിമയെന്ന സ്വപ്നം ഉള്ളിൻ്റെ ഉള്ളിൽ പോലും അന്നുണ്ടായിരുന്നില്ല. താനേറെ ഇഷ്ടപ്പെടുന്ന കുഞ്ചാക്കോ ബോബൻ്റെ നായികാവേഷമായതിനാൽ വിട്ടുകളയാനും തോന്നുന്നില്ല. ഒടുവിൽ ഒരു കൗതുകത്തിനു വേണ്ടി ഈ ഒരൊറ്റ സിനിമ ചെയ്യാമെന്ന തീരുമാനത്തിൽ നടിയെത്തി. ചാച്ചൻ്റെയും മക്കളുടെയും ലോകത്തേക്ക് ഓർക്കാപ്പുറത്തെത്തുന്ന ആനി മലയാള സിനിമ അക്കാലം കണ്ട പ്രണയനായികമാരിൽ നിന്ന് തികച്ചും വേറിട്ടു നിന്നു. ചിത്രത്തിലെ കുട്ടി സംഘവുമായി ചങ്ങാത്തം കൂടിയ അതേ വേഗതയിൽ തന്നെ 1 2 സീനുകൾ കൊണ്ടവൾ സിനിമ കണ്ട പ്രേക്ഷകരുടെയും പ്രിയ സുഹൃത്തായി. അഭിനയത്തിലും നൃത്തത്തിലുമൊക്കെ സ്ഥിരം നായികമാരിൽ നിന്ന് വ്യത്യസ്തമായൊരു ശൈലി ദീപയ്ക്കുണ്ടായിരുന്നതും ആനിയുടെ മിഴിവ് വർദ്ധിപ്പിച്ചു. മയിൽപ്പീലിക്കാവിൽ ജോമോൾ, ചന്ദാമാമയിൽ സുലേഖ, ഇങ്ങനെയൊരു നിലാപക്ഷിയിൽ സ്നേഹ, സത്യൻ ശിവസുന്ദരത്തിൽ അശ്വതി, ശാലിനിയല്ലാത്ത നായികമാരൊന്നും കുഞ്ചാക്കോ ബോബന് ചേരില്ലെന്ന പ്രചരണം ശക്തമായ കാലത്താണ് പ്രിയത്തിലൂടെ ദീപയെത്തുന്നത്. ശാലിനിക്ക് ശേഷം ചാക്കോച്ചന് സ്യൂട്ടായ നായികയെന്ന സർട്ടിഫിക്കറ്റ് ആ കോംബോ കണ്ട മാത്രയിൽ തന്നെ പ്രേക്ഷകൻ അന്ന് നൽകി. കട്ടുറുമ്പിന് കല്യാണം, കുന്നിമണി, കണ്ണഴകെ സൂപ്പർ ഹിറ്റായ ഗാനങ്ങൾ സിനിമയിൽ ആ ജോഡിപ്പൊരുത്തത്തിന് മാറ്റുകൂട്ടുകയും ചെയ്തു. തുടർ പരാജയങ്ങളിൽ കുഞ്ചാക്കോ ബോബന് ആശ്വാസമായി 2000 ഏപ്രിലിൽ റിലീസായ പ്രിയം നേടിയ വിജയം. ചാക്കോച്ചന് യോജിച്ച നായിക എന്നതിനപ്പുറം വിജയിച്ച നായിക എന്ന വിശേഷണം കൂടി അങ്ങനെ ദീപയ്ക്ക് സ്വന്തമായി. പ്രിയത്തിനു ശേഷം ദീപ പിന്നെയും പഠനത്തിരക്കിലേക്ക് ഊളിയിട്ടു. ഡിസ്റ്റിങ്ഷനോടെയാണ് നടി ബിരുദം സ്വന്തമാക്കിയത്. സിബി മലയിലിൻ്റെ ദേവദൂതനിൽ വിജയലക്ഷ്മി ചെയ്ത റോൾ, വിനയന്റെ രാക്ഷസ രാജാവ് എന്നിങ്ങനെ തേടിയെത്തിയ വമ്പൻ അവസരങ്ങളൊക്കെ പഠനത്തെ പ്രതി ദീപയക്കാലം നിരസിച്ചു. ഇൻഫോസിസിൽ നിയമനം കാത്തിരിക്കുമ്പോഴാണ് ഗൗരീശപട്ടത്തുള്ള രാജീവ് നായരുടെ വിവാഹാലോചന നടിക്ക് വരുന്നത്. സിംഗപ്പൂരിൽ കമ്പ്യൂട്ടർ എഞ്ചിനീയറായി ജോലി ചെയ്യുന്ന രാജീവിന്റെ ഭാര്യയായതോടെ തിരിച്ചുവരവിന്റെ എല്ലാ സാധ്യതകളും അടച്ച് കുടുംബജീവിതത്തിന്റെ സ്വച്ഛതയിലേക്ക് ഒരു മിന്നാമിന്നിയെപ്പോലെ അവൾ പറന്നകന്നു. എങ്കിലും ദീപ പോയ വഴികളിൽ എന്തൊരു വെളിച്ചം, പ്രിയതരമായ ചില ഓർമ്മകൾക്ക് ഇന്നും എന്തൊരു തെളിച്ചം. നിനക്കെന്റെ രാഗം സ്വരച്ചിൻ